ഹലോ. എഗെയിൻ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ പറയുമ്പോഴേ കുറച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. വെൻ ഐ സേ സംതിങ്, യു ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് എവറിഥിങ് ഇൻ യുവർ ലൈഫ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി ദ സെയിം, കേട്ടോ. അങ്ങനെ വിചാരിക്കരുത് യങ്സ്റ്റേഴ്സ്. പിന്നെ എൻ്റെ വയസ്സുള്ളവർക്ക് മനസ്സിലാവും, യെസ്, അവരെല്ലാം ഇത് കടന്നു വന്നവരാണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഈ ആമുഖത്തോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു സർട്ടൻ പൊസിഷനിൽ ജോലി ചെയ്യുകയാണെന്ന് വെച്ചോ, ഒരു ബാങ്ക് മാനേജറാണെന്ന് വെച്ചോ, അങ്ങനെ ഉള്ള ഒരാളെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണ്ടേ. ബിക്കോസ് നമ്മളൊരു ലോയറാണല്ലോ, അത്രയും പൈസ ബാങ്ക് മാനേജർക്ക് കിട്ടുന്ന പോലെ ചിലപ്പം ലോയേഴ്സിന് അപ്പോൾ അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കില്ല, ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ചിലർ പറയുകയാണെന്ന് വെച്ചോ, നോക്ക്, ആ കുട്ടീനെ കണ്ട് പഠിക്കരുത് കേട്ടോ, വെറുതെ വക്കീലായിട്ട് കോട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നേ ഉള്ളൂ. നീ ബാങ്ക് മാനേജർ ഒക്കെ ആയേക്കണം, മറ്റേ കുഞ്ഞിനെ കണ്ടോ, അതുപോലെ ആയിരിക്കണം എന്ന് പറയണം. അതെ, ഈ നെറേറ്റീവ്സ് ശരിയല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ചില സമയത്ത് ഈ ലോയർ തന്നെ ചിലപ്പോൾ മജിസ്ട്രേറ്റ് ആയിട്ട് മാറാം, ഹൈക്കോടതി ജഡ്ജായിട്ട് മാറാം, അല്ലെങ്കിൽ നല്ല വലിയ ഫേംസിൽ വർക്ക് ചെയ്ത് നല്ല ശമ്പളം കൊണ്ടുവരാം. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ നാരേറ്റീവ്സ് കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തിവിടരുത്. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തത്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് വെറുതെ ഇതുപോലെ വെറുതെ ഒരു ആഭരണം പോലെ ഒരു ഡിഗ്രി എടുത്ത് നടക്കാം, ഒരു MAയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു LLBയോ അങ്ങനെയൊക്കെ എടുത്ത് അങ്ങ് നടക്കാം. അതായത് ദിസ് ഈസ് നോട്ട് ദ വേ ടു ക്രിയേറ്റ് എ നറേറ്റീവ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പ്രയോഗിക്കരുത്. കാരണം അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട്, ഓ അതെയോ, അപ്പോൾ ആ പറഞ്ഞ വ്യക്തി വന്നിട്ട് വലിയ ഗുണമൊന്നുള്ള ആളല്ല അല്ലേ എന്ന് മനസ്സിൽ കിടക്കാം. അല്ലെങ്കിൽ ഈ പ്രൊഫഷനോടുള്ള ഒരു അയ്യോ നന്നേ അല്ല അല്ലേ ഈ പ്രൊഫഷൻ എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടി വിവാഹം കഴിക്കാനായിട്ടൊക്കെ റെഡി ആകുമ്പോൾ ചിലപ്പോൾ ആ പ്രൊഫഷനിലുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ വിവാഹം കഴിക്കില്ല. പിന്നെ ഇപ്പോൾ വക്കീലിനെ പറ്റിയല്ലേ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ വക്കീലിനെ വിവാഹം കഴിക്കാൻ അവർക്ക് പേടിയായിരിക്കും. അയ്യോ അങ്ങനെ വിചാരിക്കും അല്ലേ. അപ്പോൾ ഒരു പ്രൊഫഷനും ഈ കാലത്ത് നിങ്ങൾ നിരന്തരമാണെന്നും വിചാരിക്കേണ്ട, നിരന്തരമല്ല എന്നും വിചാരിക്കേണ്ട. ടേക്ക് എ ചാൻസ്. അത് ഒരിക്കലും ഒരാളുടെ നറേറ്റീവ് കൊണ്ട് നമ്മൾ മാറരുത്. പക്ഷെ മാറിപ്പോവും, കുഞ്ഞുങ്ങൾ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അച്ഛന്മാരും അമ്മമാരുമായിട്ടുള്ള നമ്മൾ അങ്ങനെയുള്ള ഒരു ഈ നറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെയുള്ളൊരു ഭാഷ ഉപയോഗിച്ച് കുട്ടികളുടെ ബ്രെയിനിനെ കൺഫ്യൂഷൻ ആക്കരുത്. കാരണം ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, അക്കൗണ്ടൻറ്റ്, എല്ലാവരും, ടീച്ചർ, എല്ലാവരും ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണല്ലേ. ഏതെങ്കിലും ഒരെണ്ണത്തിനെ നിങ്ങൾ മാറ്റി നിർത്തി നോക്കൂ, നടക്കില്ല ആ കാര്യം. എല്ലാവരും അന്യോന്യം ആവശ്യമാണ് ഓരോരോ സമയങ്ങളിൽ. ആരും എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ച സമയത്ത് എനിക്ക് സങ്കടം തോന്നി കേട്ടോ. അയ്യോ എന്താ ഇങ്ങനെ പറയണേ. ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഡോക്ടറായിട്ടാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഡോക്ടർ കേട്ടോ, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ, പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ, ഇപ്പം അദ്ദേഹം ഇല്ല, അദ്ദേഹം ആ വിവാഹത്തിന് വന്നിരുന്നു. ഹലോ, നീയൊക്കെ എന്താണ്, നോക്ക് അവരെയൊക്കെ കണ്ട് പഠിക്കുക, നീ ഇനി ഒന്നുമല്ല കേട്ടാ, നീ ഒരു വക്കീലല്ലേ ആയിട്ടുള്ളൂ, അവർ കണ്ടോ ഡോക്ടറാണെന്ന് പറഞ്ഞു. എവിടെയോ തറച്ചു അത് കേട്ടോ. അത് തറച്ചത് പക്ഷേ ഉണ്ടല്ലോ, നന്മയ്ക്കായിട്ട് ഞാൻ പ്രയോഗിച്ചു. ഞാൻ ഇതിന് ഈ വക്കീൽ പണി കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഉയരാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചു. യെസ്, കുറേ അവന്യൂസ് എൻ്റെ മുമ്പിൽ തുറന്നു വന്നു കേട്ടോ. അതേപോലെ ആയിരിക്കണം എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ അമ്മമാർ കേൾക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അമ്മമാരൊന്ന് പറഞ്ഞു കൊടുത്തോളൂ, ഒരിക്കലും ഡിസ്ഹാർട്ടൻഡ് ആവരുത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ മോള് LLBക്ക് ചേർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ വെരി നൈസ് പ്രൊഫഷൻ. അത് എങ്ങനെയാണ് നിങ്ങളത് നർച്ചർ ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മാത്രം ചിന്തിക്കൂ. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. അങ്ങനെ അല്ല ഇത് ഒരു ടൈം പാസിന് പഠിക്കാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നതും ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ തകർന്നു പോകുന്നതും. ഇന്ന ഒരു പ്രൊഫഷനിൽ പോയാൽ മാത്രമാണ് നമുക്ക് ആ പ്രൊഫഷനിൽ വിജയിക്കുക, അതായത് ഡോക്ടർ ആയാൽ മാത്രമാണ് നമുക്ക് നല്ല സമൂഹത്തിൽ വിലയുണ്ടാവുക
ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഓഫ് കോഴ്സ് അതിനതിൻ്റെതായ വിലയുണ്ട്, നല്ലതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു സമയത്ത്. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് വേറെ ഒന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് അത് മാത്രമാണോ, ഈ 5 പ്രൊഫഷൻസ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും അറിയാവോ? അറിഞ്ഞാൽ തന്നെയും നമ്മൾ അതിലേക്ക് എടുത്തു വരില്ല. അതായത് കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്, പിന്നെ ടീച്ചറിൻ്റെ കാറ്റഗറിയിൽ തന്നെ കോളേജ് പ്രൊഫസേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ MBA-കാരുടെ ഒരു ഇതായി അല്ലേ. അപ്പോൾ അത് പക്ഷേ പ്രൊഫസറൊക്കെ ആവണമെങ്കിൽ നമ്മൾക്ക് പറ്റുമോ? അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ചിന്ത. എല്ലാം എല്ലാവർക്കും സാധിക്കും കേട്ടോ. ഒരു കുറച്ച് നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ മുന്നോട്ട് വന്നാൽ മതി. എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നമുക്ക് തന്നെ ഒരു ഇതുണ്ടാക്കാമല്ലോ അല്ലേ, നമുക്ക് സെറ്റ് ചെയ്തുകൂടെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ വക്കീലായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും പെട്ടെന്നൊന്നും നമുക്ക് പൈസ കിട്ടില്ല. പൈസയ്ക്കല്ല ആദ്യം നോക്കേണ്ടതെന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് അറിയാം. ആരും ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നതെന്ന്. പൈസ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും നമ്മളിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല. ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ കം, വെൽത്ത് വിൽ കം ടു യു ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് കറക്റ്റ് ആൻഡ് റൈറ്റ് പാത്ത് ആയിരിക്കണം കേട്ടോ. അത് വന്നോളും, ഉറപ്പാണ്, എൻ്റെ വാക്ക്. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ചേച്ചി ഒന്നും ആയില്ല. നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്ത കാര്യമില്ല, ഇറങ്ങി പുറപ്പെടണം. ആ ഗോളിലേക്ക് എത്താനായിട്ട് കുറച്ച് നമ്മൾ നടക്കണം അല്ലേ. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അത് നമ്മുടെ അടുത്തേക്ക് തേടി വരും? ഒന്നും നമ്മുടെ അടുത്ത് തേടി വരില്ല. ഒരു കടയിൽ പോയി ഒരു പാല് വാങ്ങിക്കണമെങ്കിലും നമ്മൾ തന്നെ പോകണം. ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്ന് തരുന്നതൊക്കെ ഇന്ത്യയിൽ, ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയാലാണ് പാല് പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മേടിച്ച് വെക്കേണ്ടി വരും അല്ലേ. വി കനോട്ട് ഗോ ആൻഡ് ചൂസ്. അതാണ് ഒരു പോയിന്റ്. അടുത്തത് വന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്തോ ചിന്തിച്ചു പോയി. ഇതുപോലെ കമ്പയർ ചെയ്ത് പ്രൊഫഷൻസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് കുളമാക്കി വെക്കുന്ന പേരൻസ് അത് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ വേറെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇൻലോസ്. ഇപ്പോൾ ഇൻലോസിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ 2 തരത്തിലുള്ള പ്രൊഫഷൻ ചെയ്യുന്നവരുണ്ട്. അവരുടെ വീട്ടിലിപ്പോൾ മകൾ ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു മരുമകൾ ഡോക്ടറായിരിക്കാം, ഇനിയൊരു മരുമകൾ പ്രൊഫസറായിരിക്കാം. അതൊക്കെ അവരവരുടെ ചോയ്സ് അനുസരിച്ചാണ് അവരെടുക്കുന്ന. അവർക്ക് അതിനായിരിക്കാം സാഹചര്യം കിട്ടിയത്. ഒരിക്കലും ഒരാളെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇതേ കാര്യം തന്നെ യൂസ് ചെയ്തോളൂ. അച്ഛനമ്മമാർ പറയുന്ന പോലെ തന്നെയാണ് മദർ ഇൻ ലോസും അങ്ങനെ പറയാൻ പാടില്ല. ഈവൻ മരുമകനൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി 2 മരുമകന്മാരാണെങ്കിൽ, ഒരാൾ ഡോക്ടറും ഒരാൾ എഞ്ചിനീയറും ഒരാൾ ബാങ്കറുമാണെങ്കിൽ 3 പേരെയും ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾക്ക് ഒരുപാട് എക്സ് സാലറി ഉണ്ട്, 6 ഫിഗർ സാലറി ഉണ്ട്. അപ്പോൾ ആ മരുമകൻ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടോ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കി കൊടുക്കുന്നു, ഇതുണ്ടാക്കി കൊടുക്കുന്നു, ഭയങ്കര ഇത്. ഈ ടീച്ചറായിട്ടുള്ള മരുമകൻ വരുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ചായ കൊടുക്കുമായിരിക്കും, എന്താ വിശേഷം, അത്രേ ഉള്ളൂ. അത് ചോദിക്കാൻ പോലും, അത് അവർ പറയുന്നതാണ്. ചിലപ്പോൾ ആ അമ്മ അങ്ങനെ കരുതി കാണൂല. ഇനി അഥവാ അമ്മ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പോലുള്ളവർ ഇനി അങ്ങനെ ആകരുതെന്ന്. അവർ കുറച്ചും കൂടെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഏജിലുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്. സോ എനിക്കും അത് തോന്നിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. അതായത് മരുമക്കളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, അവൻ ഇത്ര സമ്പാദിക്കുന്നുണ്ട്, ഇയാൾക്ക് അത്ര ഇല്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലെന്നേ. ചിലപ്പോൾ അവരത്രേ പഠിച്ചു കാണുള്ളൂ, അവർക്ക് അതുകൊണ്ടായിരിക്കും അത്രയും കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഓഫീസിലേക്ക് അങ്ങനെയുള്ള സംവിധാനമായിരിക്കും. ഇപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയാണെന്ന്. കോർപ്പറേറ്റ്സ് പോലെയല്ലല്ലോ, ജമ്പ് ചെയ്ത് പോകുമ്പോൾ ഓരോ ജമ്പിനും, അതായത് ഇവിടുന്ന് ഒരു ജോലി വിട്ട് അടുത്ത ജോലിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും കിട്ടും കുറേ ഹൈക്ക്. അതുപോലെ ആയിരിക്കില്ലല്ലോ ഗവൺമെൻറ് ജോലിയിൽ കയറുന്ന ആൾക്കാർ അല്ലേ. ഗവൺമെൻറ് വേഴ്സസ് പ്രൈവറ്റ് ജോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം എന്തോ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. ഞാനത് ഒരെണ്ണം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ് ജോബ്സിൻ്റെയും പ്രൈവറ്റ് ജോബ്സിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പിന്നീട് പറയാവേ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും LD ക്ലർക്കായിട്ടോ, LD ക്ലർക്ക് ഒരിക്കലും മോശമല്ല. നാട്ടിൽ ഒരു LD ക്ലർക്കായിട്ട് ജോലി ചെയ്ത് കയറുന്ന ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് വരെ എത്തുന്നവരുണ്ട്. അവരുടെ ടൈമും അവരുടെ പരിശീലനങ്ങളും അവരെഴുതിയെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റും ഒക്കെ പ്രകാരം അല്ലേ. സോ അത് കുറച്ചായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടി വേറൊരു സ്ഥലത്ത് UPSC എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നേ ഇല്ല. വേറൊരു അപ്പുറത്തെ വീട്ടിലെ പയ്യന് PSC എഴുതിയിട്ട് ഈ ക്ലർക്ക് പരീക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മദർ ഇൻ ലോ പറയാണ്,
വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ വലിയ അതിമോഹങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത്? ആ പയ്യനെ കണ്ടില്ലേ 10 ചക്രം അവൻ സമ്പാദിക്കാൻ തുടങ്ങി ഗവൺമെന്റിന്റെ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? അവനവൻ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന് പറഞ്ഞാൽ ദിവസം ആ കുട്ടീനെ പരിഹസിക്കുമായിരുന്നു എന്ന്. IAS ആണല്ലോ, UPSC എന്നാണ് IAS IPS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്ക്, ആദ്യം ഇത് കിട്ടുമോയെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ്, വളരെ ജനറൽ നോളജ് ഉണ്ട്, എല്ലാം ഉള്ള കുട്ടിയാണേ. അപ്പോൾ അതിന് ഭയങ്കര വിഷമം. അതെന്താ ചെയ്തതെന്നറിയോ? ആ വീട് വിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് ഞാൻ ഈ അമ്മായിമ്മയുടെ ഈ വേർഡ്സ് ഇതിനൊരു തിരിയും കൊളുത്തി വിട്ടു. ഇതിൻ്റെ വയറിൽ ഒരു കത്തൽ വന്നു, മനസ്സിലായി, ഇത് മേടിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന്. അവസാനം അത് ഡൽഹിയിൽ പോയി 1 വർഷം നിന്നു ഹസ്ബൻഡിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട്. ഹസ്ബൻഡ് നല്ല മനുഷ്യനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഇത് നേട്ടം നേടാനൊക്കത്തില്ല. IAS IPS ഒന്നും അതിന് കിട്ടിയില്ല, പക്ഷെ അതിൽ വേറെ ഉണ്ടല്ലോ ഇങ്ങനെ പോസ്റ്റൽ സർവീസസ്, അതിലേതോ ഒരെണ്ണം കിട്ടി. അങ്ങനെ ആ കുട്ടി അത് നേടി, മനസ്സിലായോ? അപ്പം ഈ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പയ്യന് ചിലപ്പോൾ അവന് കഴിവുണ്ടായിരിക്കാം, എന്നാലും അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയെന്ന് കരുതി നമ്മളങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇത് ഒരു കാര്യം. ഇങ്ങനെയുള്ള കമ്പാരിസൺസ് നിർത്തുക. പിന്നെ വേറെ ഒരു കാര്യം എന്താ ചെയ്യാന്നറിയോ? ഇച്ചിരി ഭംഗി കുറഞ്ഞ ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ, കുറച്ച് സാധാരണ രീതിയിലുള്ള സ്ത്രീ ആണെന്നിരിക്കട്ടെ, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നിറം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒട്ടും ഇതുപോലെ തന്നെ വലിയ ഭംഗിയോ ശാരീരിക ഭംഗിയോ ഒന്നും ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ, ഓ നിന്നെപ്പോലെ ഉണ്ടല്ലേ ആ പെൺകുട്ടി, ഇവളെപ്പോലെ ഇരിക്കുന്നു അല്ലേ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ഇത്? ഇത് ഏറ്റവും വലിയ വിഷമമായിരിക്കും ചെറുപ്പക്കാർക്ക് കേട്ടോ. നിങ്ങൾ ഇന്നോരെ പോലെ ഇരിക്കുന്നതെന്ന് പറയണ്ടാന്നേ. ഓക്കെ, ഫിലിം സ്റ്റാർസിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നും. പക്ഷേ ഈ ഫിലിം സ്റ്റാർസിൽ തന്നെ അത്ര ഭംഗിയില്ലാത്ത ആൾക്കാരെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ മൂവീസിലൊക്കെ. അതിലൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ അങ്ങനെ പറയും, ഓ ഇതുപോലെ ഉണ്ടല്ലേ. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ മാത്രമായിരിക്കും ചില ആംഗിളിൽ അങ്ങനെ തോന്നുന്നതും പിടി. എന്തിനാണ് വെറുതെ ആ പുതിയ ജനറേഷൻ്റെ മനസ്സിലേക്ക് കനൽ കോരിയിടുന്നത്? എല്ലാവർക്കും കുറച്ച് ഭംഗിയായിട്ടൊക്കെ നിൽക്കണം, ഭംഗി വേണം എന്നൊക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ ഉള്ളൊരു റീസൺ അല്ലേ ഞാനൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരുന്നത് അല്ലേ? മോശമായിട്ട് വരുന്ന സമയത്ത് എല്ലാവരും പറയും, ചേച്ചി കുറച്ച് നന്നായിട്ട് ഇരിക്കുമോ, അപ്പോഴല്ലേ എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഷട്ടിക്കാറുണ്ട്, ഓ ഇതൊക്കെ മതി. എന്നാലും ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും മേക്കപ്പ് ചെയ്യാതെയും വരാറുണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ കാര്യങ്ങളാണ് അതൊക്കെ. ഒരു കുടുംബത്തിൽ ഒരു അമ്മായിയമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ കമ്പാരിസൺ കേട്ടോ. അത് പ്രത്യേകിച്ച് ബോഡി ഷേമിങ് ടൈപ്പ് ഓഫ് കമ്പാരിസൺ പാടില്ല. പിന്നെ എൻ്റെ മകള് കണ്ടുപഠിക്കൂ എന്ന് പറയാൻ പാടില്ല. ഒരിക്കലും സ്വന്തം മകളെ കണ്ടുപഠിക്കൂ എന്ന് മരുമകളോട് പറയാനേ പാടില്ല. അവർക്ക് എത്രയായാലും ഇത് ഇഷ്ടാവില്ല. ആ പെൺകുട്ടി എന്താ പറയണ, മകള് നല്ല മകളാണെങ്കിൽ പോലും ഈ നാത്തൂനുണ്ടല്ലോ വെറുക്കാൻ തുടങ്ങും ആ മകളെ. അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇവരെന്താ ഇത്ര വലിയ സംഭവമാണോ എന്ന് വിചാരിക്കും പാരൻസ് ആരാണെങ്കിലും കേട്ടോ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. കാരണം ആവശ്യമില്ലാതെ ആ മകളെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുകയാണ്. ഞാനിതൊക്കെ പറയാൻ കാരണം ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് കുറേ സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറീസൊക്കെ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ചില സമയങ്ങളിൽ ഞാനും ഇതൊക്കെ കടന്നു പോയിട്ടുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ മകൾ ആ പ്രശ്നമല്ല, ഈ സൗന്ദര്യത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ്സും ഞാൻ പറഞ്ഞില്ലേ അമ്മാവനൊക്കെ ഈ പ്രൊഫഷൻ്റെ കാര്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടാവാം, പക്ഷെ അറിയാതെ ഓ ഇവളിത്ര പൊങ്ങി നിന്നാലേ ശരിയാവില്ല, ഇവള് ട്രൈ ചെയ്യില്ല, അങ്ങനെ വിചാരിച്ചിട്ട് കൂടെ പറയുന്നതായിരിക്കും കേട്ടോ. എന്നെ അങ്ങോട്ട് അടച്ച് ഇങ്ങനെ താഴ്ത്താൻ വേണ്ടിയും ആയിരിക്കില്ല, ഞാനൊന്നും കൂടെ ട്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ടും ആയിരിക്കും കേട്ടോ എൻ്റെ അമ്മാവിനൊക്കെ അങ്ങനെ പറയുന്നത്. ലെറ്റ് us ഗീവ് ദി എന്താ പറയണേ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിനും നല്ലത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്കൊരു വല്ലാത്ത ഒരു ആവേശം കയറിയായിരുന്നു. അപ്പം ഞാനും പോയിട്ട് കണ്ടുപിടിച്ചു എങ്ങനെയാണ് കോർപ്പറേറ്റിൽ വരേണ്ടത്. അതൊക്കെ ഞാനും ആ സമയത്ത് കണ്ടുപിടിച്ചിരുന്നു. ഞാൻ ആ കഥയൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് റെപ്പറ്റേറ്റീവ് ആവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ എന്ന് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ താഴെയാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരാളുടെ കുറച്ച് താഴെയായിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് നീ അതുപോലെയാണെന്ന് പറയരുത്. മനസ്സിലായോ? അതിനെന്താ പറയുക, ഡോണ്ട് ക്രിട്ടിസൈസ് പീപ്പിൾ who have low
വാല്യൂസ് ഇല്ലേ, കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ ഡോണ്ട് ക്രിട്ടിസൈസ് അല്ല, ഡോണ്ട് കമ്പയർ പീപ്പിൾ വിത്ത് പീപ്പിൾ ഹൂ ഹാവ് ലോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ക്വാളിറ്റിയും ലോ വാല്യൂസും കീപ്പ് ചെയ്യുന്ന മനുഷ്യരുമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെ കമ്പയർ ചെയ്യരുത്. വേറെ പുറത്തുള്ള ആൾക്കാരുണ്ടാവില്ലേ ചിലപ്പോൾ ഇങ്ങനെ അലവലാതിയായിട്ടൊക്കെ നടക്കുന്നത് കണ്ടില്ലേ, നീയും അതുപോലെ തന്നെയാണ്. ഒരിക്കലും പറയരുത് നിങ്ങളുടെ മക്കളെ പറ്റി. മക്കളെ നമുക്ക് മുന്നോട്ട് വരാം, നീ ഒന്ന് ട്രൈ ചെയ്താൽ മതി, നീ ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയാം എന്നല്ലാതെ ഒരിക്കലും നീ അവനെപ്പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും കേട്ടോ, അങ്ങനെ ആയിരിക്കരുത് പറയുന്നത്. പിന്നെ അത് തന്നെയായിരിക്കും ആ മോൻ്റെയോ അല്ലെങ്കിൽ ആ മരുമോൻ്റെയോ മരുമോളുടെയോ ഒക്കെ മനസ്സിൽ. അങ്ങനെ പറയല്ലേ. അവർ 20-25 വയസ്സുള്ള പെൺകുട്ടികളല്ലേ മരുമകളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അവർക്കും ആഗ്രഹങ്ങൾ കാണില്ലേ? നിങ്ങളെപ്പോലെ 19 വയസ്സായിട്ട് നിങ്ങൾ ലൈക്ക് യു നോ എവ്രിതിങ്, നിങ്ങൾക്ക് വീട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം, പണം കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ എത്രത്തോളം തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവും അല്ലേ? സോ ഓക്കെ, അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് ഡോണ്ട് കമ്പയർ. ഒന്നിന് വേണ്ടിയിട്ടും കമ്പയർ ചെയ്യണ്ട, ഒന്ന് ഉയർത്തി കൊടുത്തോളൂ. നമ്മുടെ മക്കളല്ലേ, മരുമകളാണെങ്കിലും മകളാണെങ്കിലും മോനാണെങ്കിലും മരുമകനാണെങ്കിലും ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് തന്നെയല്ലേ സന്തോഷം അല്ലേ? സോ ലെറ്റ് us ബി ഹാപ്പി ആൻഡ് ലെറ്റ് us ബി ദ ചിയർ ഗേൾസ് ഫോർ ദം അല്ലേ? അപ്പോൾ ഈ സാരി ഉടുക്കാനായിട്ട് എന്നെ കാണുന്ന ഒരാൾ കുറേ നാളായി പറയുന്നു. ആരാണെന്ന് ആ കമൻറ്റിൽ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ബിക്കോസ് 2 days ആയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതല്ലേ അന്ന് ഓണത്തിനടുത്ത സാരി എന്തിനാ ചേച്ചി കൊടുക്കാത്തതെന്ന്. സോ ദിസ് ഈസ് ഫ്രം ബനാറസ്. ഇപ്പോൾ ഇതിവിടെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. ജയലക്ഷ്മിയിലും പല പല ബുട്ടിക്സിലുണ്ട് കേട്ടോ. ഇത് 2014 ഞാൻ പോയിരുന്നു. 15 ആ സമയത്ത് 15-14 ഞാൻ കാശിയിൽ പോയിരുന്നു. അവിടെ നിന്നും എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് സാരിയാണ് കേട്ടോ. കുറേ കടകളിലൊക്കെ കയറി ഒരെണ്ണം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു, ഒരെണ്ണം ഞാനെടുത്തു. ഇതിന് വന്നിട്ട് ആ സമയത്ത് 8,000 റുപ്പീസായിരുന്നു വില. ഇപ്പോൾ അത് ജയലക്ഷ്മിയിലൊക്കെ 10,000 ഒക്കെ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങോട്ടും വരണ്ടേ അല്ലേ? അത് എന്നെ വേറെ ആളുകളൊക്കെ വാങ്ങിച്ചവർ പറഞ്ഞു അത് 10,000 11,000 ഒക്കെ ഉണ്ട് അവിടുത്തെ ബുട്ടിക്കിലൊക്കെ. അത് കൂടുതലല്ല കേട്ടോ. ബനാറസിൽ തന്നെ നമ്മൾ 8,000 കൊടുക്കുമ്പോൾ അത് ട്രാവൽ ചെയ്ത് വരുന്ന കാശൊക്കെ ഉണ്ടാവില്ലേ അല്ലേ? അത് അവർക്ക് മുതലാവണ്ടേ പിന്നെ കടകളിൽ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ ലാഭമെന്ന്. നമ്മൾ ഇവിടെ നിന്ന് യാത്രാക്കൂലി ചിലവാക്കി അവിടെ പോയി ഇത്രയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബൾക്കായിട്ട് നമ്മൾ വല്ല കല്യാണ ഫംഗ്ഷനൊക്കെ പോയിട്ട് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് ബിന്ദുവിൻ്റെ മോളുടെ കല്യാണത്തിന് നിശ്ചയത്തിന് അവർ നേരെ അവിടെ പോയിട്ട് അവർ മനസ്സമ്മതത്തിന് എല്ലാം ബനാറസ് സാരിയായിരുന്നു. എല്ലാവർക്കും മേടിച്ചു കൊടുത്തു അവർ. അപ്പോൾ അതെല്ലാം ബനാറസിൽ പോയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ലാഭം ഉണ്ടാവും. കാരണം ഒന്നിച്ച് കുറേ ബൾക്കായിട്ട് 10-30 സാരീസൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ പോകണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ എങ്കിൽ നമ്മുടെ ഷീമാട്ടി ജയലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ അധികവും ചെന്നൈയിലാണ് ഷോപ്പിംഗ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ കടകൾ കണ്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടുന്ന. ശില്പി എന്നാണ് കടയുടെ പേര്. പിന്നെ കമ്മൽ കാണാമല്ലേ. ഇത് വന്നിട്ട് അഗെയിൻ അമ്രപാലിയുടെ തന്നെയാണ് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് സിൽവർ തന്നെയാണ്. വേറെ എന്തിട്ടാലും ചൊറിവേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാം. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആണുങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇവരെന്താ കാണിക്കണേന്ന് വിചാരിക്കരുത്. ഇതൊക്കെ എൻ്റെ യങ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എന്നെ കേൾക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് യങ്സ്റ്റേഴ്സ്. അവർ പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അവരെയും എല്ലാവരെയും ഒന്ന് സുഖിപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നെ കേൾക്കുന്നവർ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു. പിന്നീട് വരാം. നാളെ വരുള്ളൂ. ഇനി വേർക്കാൻ തുടങ്ങി. AC ഓഫാക്കിയേക്കുക. കാരണം എന്ത് പറ്റിയെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു വോയിസിൽ, 2 ദിവസം മുമ്പേ ഇട്ടതിൽ. അപ്പോൾ അത് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ വോയിസ് ക്വാളിറ്റി ശരിയില്ല എന്ന്. ഇപ്പം ഐ തിങ്ക് ശരിയായിട്ടുണ്ടാവും. കാരണം AC ഓഫാക്കി, ഫ്രിഡ്ജ് ഓഫാക്കി, ജനൽ തുറക്കാൻ പറ്റില്ല ഇവിടെ. ജനൽ തുറക്കുന്ന ഒരു ടൈപ്പല്ല ഇവിടുത്തെ ഈ ബിൽഡിങ്ങേ. കാണിക്കാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കട്ടെ. ഇത് കണ്ടോ, ഇതാണ് ജനൽ. ഇങ്ങനെ ഇരിക്കുക. 31st ഫ്ലോറാണേ. അതുകൊണ്ട് എനിക്ക് അത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വേർത്തൊലിക്കും. അതുകൊണ്ട് നിർത്തട്ടെ കേട്ടോ. സോ ചിയേഴ്സ് വൺസ് അഗെയിൻ. പ്ലീസ് ടെൽ സംബഡി ടു സബ്സ്ക്രൈബ് ആഗാസ് അഥേന ടോക്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരോടും ഒക്കെ ഒന്ന് പറയൂ കേട്ടോ. താങ്ക് യു. ബൈ.